ഓർഗനൈസേഷൻ സൈക്കോളജിയിൽ PhD നേട്ടവുമായി ബാലഗ്രാം സ്വദേശിനി സ്മിത രാജപ്പൻ. ആഘോഷിക്കൂ ഈ ഓണക്കാലം ബേബി ഹബ് നെടുങ്കണ്ടത്തിനൊപ്പം. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PhD കരസ്ഥമാക്കിയത്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ സൈക്കോളജിക്കൽ പെരുമാറ്റമായ എംപ്ലോയി ലൈസൻസ് എന്ന വിഷയത്തെക്കുറിച്ചും ഈ പെരുമാറ്റം തൊഴിലാളികളുടെ നിലവാരത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്നതും അടിസ്ഥാനമാക്കിയാണ് പഠനം നടത്തിയത്. ഡോക്ടർ കൃപ പ്രിയദർശിനിയുടെ മേൽനോട്ടത്തിലായിരുന്നു പഠനം പൂർത്തീകരിച്ചത്. പ്രബന്ധത്തിന് IIM ലക്നൗ, IIM ട്രിച്ചി, IIM ബാംഗ്ലൂർ, IIM ചെന്നൈ എന്നിവിടങ്ങളിൽ സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ സ്മിത നിലവിൽ കുസാറ്റ് അഫിലിയേഷനിൽ പ്രവർത്തിക്കുന്ന ഭവൻസ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ MBA വിഭാഗം HOD ആണ്. ടാറ്റ മോട്ടോഴ്സിലെ മാനേജറായ രാജേഷ് രാജഗോപാലാണ് ഭർത്താവ്. മക്കൾ രാഘവ് കൃഷ്ണ, ഋഷി കൃഷ്ണ. ഞാൻ ഡോക്ടർ സ്മിത രാജപ്പൻ. ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഇയർ എൻ്റെ PhD സബ്മിറ്റ് ചെയ്തത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലാണ്. അത് എംപ്ലോയി ബിഹേവിയർ, ആക്ച്വലി മാനേജ്മെൻറ്റിലെ ഒരു കോൺസെപ്റ്റാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എംപ്ലോയീസിൻ്റെ ബിഹേവിയർ, കോർപ്പറേറ്റ് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ ഒരു ബിഹേവിയറിലാണ് ഞാൻ ഇത് റിസർച്ച് ചെയ്തത്. ആക്ച്വലി അത് ഓർഗനൈസേഷണൽ സൈലൻസ് എന്നതാണ് ആ ടോപ്പിക്ക്. എത്രത്തോളം ഈ ഓർഗനൈസേഷണൽ സൈലൻസ് അല്ലെങ്കിൽ ദി എഫക്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ സൈലൻസ് ഓൺ വർക്ക് എൻഗേജ്മെൻറ്റ് ആൻഡ് എംബഡഡ്നെസ് എന്നാണ് അതിൻ്റെ ഹെഡിങ്. അതിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പം നമുക്കറിയാം എല്ലാ ഓർഗനൈസേഷനിലും എംപ്ലോയി വോയിസ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ അഭിപ്രായങ്ങളും ഒപ്പീനിയൻസ് ഒക്കെ ഒരുപാട് വിലയുണ്ട്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അത് എത്രത്തോളം അവരുടെ ഒരു ഫുൾ കോൺട്രിബ്യൂഷൻ ഓഫ് വർക്കിനും അതേപോലെ അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അവരുടെ വോയിസ് ബിഹേവിയർ എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ടോപ്പിക്ക്. അതിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ? ആക്ച്വലി ഞാൻ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഡയമെൻഷൻസാണ് എടുത്തത്. അത് എത്രത്തോളം എംപ്ലോയി എൻഗേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും അവരെ കൂടുതൽ നാൾ ഓർഗനൈസേഷനിൽ സ്റ്റേ ബാക്ക് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ടോപ്പിക്ക്. ആക്ച്വലി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ കൃപ പ്രിയദർശിനി ആയിരുന്നു എൻ്റെ ഗൈഡ്. ഞാൻ ഈ പ്രബന്ധം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഒരുപാട് IIM കോൺഫറൻസുകളിൽ പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടാണ് ഞാനിത് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ഇയർ ഞാൻ അവാർഡ് ചെയ്തു PhD മീൻസ് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ക്യുസാറ്റ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള MBA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ഏരിയ ഓഫ് ടീച്ചിങ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം.